ഷിയു അവളെ വണ്ടിയിൽ കയറ്റിയിരുത്തി അവളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട്. അന്ന് തിരികെ പോയ ശേഷം അവൻ്റെ അച്ഛൻ വരച്ച ആ ഡ്രോയിങ്ങും മുമ്പ് ഗെയിമിൽ വെച്ച് അവൻ നൽകിയ പോക്കറ്റ് വാച്ചുമൊക്കെ അവൾ എടുത്ത് നോക്കുന്നുണ്ട്. വെറുതെ അല്ല അവന് അച്ഛനോട് ഇത്ര ഇഷ്ടം, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും അവൻ്റെ അച്ഛനെ ഉപേക്ഷിക്കാൻ അവൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഹുഷുവിന് ഇപ്പോൾ നല്ല ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവൾ അത് നോക്കി ഇരിക്കുമ്പോഴാണ് അടുത്ത ദിവസം അവളെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടി പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ട് സാവോ മെസ്സേജ് അയച്ചത്. അങ്ങനെ അടുത്ത ദിവസം അവൾ സാവോയ്ക്കും ഗോങ്ങിനുമൊപ്പം അവർ പറഞ്ഞ കഫേയിലേക്ക് പോകുന്നുണ്ട്. അവർ രണ്ടുപേരും ബിസിനസ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതിനൊക്കെയുള്ള സ്പോട്ടൊക്കെ അന്വേഷിച്ച് അവർ രണ്ടുപേരും കൂടി പല സ്ഥലങ്ങളിലും വിസിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കണ്ടെത്തിയതാണ് ഈ പ്ലേസ്. അവിടെ വന്നിരിക്കുമ്പോൾ അവൾക്ക് കുറച്ച് റിലാക്സേഷൻ ആയിക്കോളും എന്ന് വിചാരിച്ചാണ് അവർ അവളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. ഷീവിൻ്റെ കാര്യം ഒന്നും പറയരുത് എന്ന് സാവു വിചാരിക്കുന്നുണ്ടായിരുന്നെങ്കിലും സംസാരിച്ച് വന്നപ്പോൾ ഗോങ് അറിയാതെ ഷീവിനെ പറ്റി പറഞ്ഞു പോകുന്നു. അതായത് അവൻ ഗെയിം സെൻറ്ററിൽ വരുത്താനിരിക്കുന്ന കുറേ പരിഷ്കാരങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിലും വ്യത്യാസമുണ്ടാകുമോ എന്ന് ഹൂഷ് ചോദിക്കുന്നുണ്ട്. അവൾ ഉദ്ദേശിച്ചത് ഷിയു പ്ലേ ചെയ്യുന്ന ജനറൽ ഷീനിൻ്റെ ക്യാരക്ടറിൻ്റെ കാര്യമാണ്. ഷിയു ഇനി ആ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞത് കാരണം അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ട കണ്ടീഷനാണ് എന്ന് ഗോങ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഗെയിം ഇല്ലാത്ത സമയത്ത് പലപ്പോഴും അവൻ അതിനുള്ളിൽ പോയി ഇരിക്കാറുണ്ട്. അവിടെ എപ്പോഴും മഞ്ഞ് വീഴുന്ന ആ ഒരു എഫക്റ്റ് അവൻ്റെ നിർബന്ധം കാരണം വരുത്തിയതാണ്. അങ്ങനെ മഞ്ഞ് വീഴ്ത്തിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് ഒഴിവാക്കാമെന്ന് തങ്ങൾ പറഞ്ഞതാണെങ്കിൽ പോലും അവൻ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്നു. പലപ്പോഴും അവൻ തനിച്ച് അവിടെ വന്നിരിക്കുന്നത് കാണാറുണ്ട്. ഗെയിം ഇല്ലെങ്കിൽ പോലും അവൻ ഒരുപാട് സമയം അതിനുള്ളിൽ ചെലവഴിക്കാറുണ്ട് എന്നൊക്കെ ഗോങ് ഈ സമയത്ത് പറയുന്നു. ഷിൻ ഇതുവരെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഹുവാങ് കാരണമാണ് തങ്ങളുടെ കമ്പനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നതെന്നാണല്ലോ. ഹുവാങ്ങാണ് തങ്ങളെ ഒറ്റിക്കൊടുത്തതെന്നാണ് അവനും അവൻ്റെ അച്ഛനും എല്ലാം കരുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. സപ്ലയേഴ്സിൻ്റെ കൂട്ടത്തിൽ ഒരാളല്ല, മറിച്ച് തങ്ങളുടെ സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ് മുഴുവൻ കൈവശമുള്ള മറ്റാരോ ആണ് ഇക്കാര്യം ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിന് ലീക്കാക്കി കൊടുത്തത് എന്ന് തനിക്ക് അറിയാൻ കഴിഞ്ഞു എന്ന് അവൻ്റെ ഫിനാൻഷ്യൽ മാനേജർ അവനെ അറിയിക്കുന്നുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് വന്ന ഓഡിറ്റേഴ്സിൽ ഒരാൾ ഇയാളുടെ ഫ്രണ്ടായിരുന്നു. ആരാണ് ഒറ്റിക്കൊടുത്തതെന്ന് അറിയാൻ സാധിച്ചില്ലെങ്കിലും ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ അയാൾക്ക് കിട്ടിയിരുന്നു. സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ് മുഴുവൻ കൈവശമുള്ള ആൾ എന്ന് കേട്ടപ്പോൾ തന്നെ അത് ഷിയു ആണ് എന്ന് ഷിന്നിന് മനസ്സിലാവുന്നു. അവൻ അപ്പോൾ തന്നെ ആ വിവരം പറയാനായി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അച്ഛൻ ഇപ്പോഴും ആ മുറിയിൽ അടച്ചിരിക്കുകയാണല്ലോ. എന്തൊക്കെയോ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അയാൾ പഴയൊരു സംഭവം ഓർക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഷിയുവിൻ്റെ അച്ഛൻ്റെ മരണത്തെ പറ്റിയാണ് അയാൾ ഓർക്കുന്നത്. ശരിക്കും ഷിയുവിൻ്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്തതായിരുന്നില്ല, മറിച്ച് ഇയാളുമായിട്ട് അന്നത്തെ ആക്സിഡൻറ്റിനെ പറ്റി എന്തോ ഒരു തർക്കം ഉണ്ടാകുന്നതിനിടയിൽ ഇയാളുടെ കൈതട്ടി അബദ്ധത്തിൽ അയാൾ ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഷിയുവിൻ്റെ അച്ഛനെ കൊന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. മനഃപൂർവ്വമായിരുന്നില്ല അത് സംഭവിച്ചത്, അപകടം പറ്റിയതാണ്. എന്തായാലും ഷിയുവിൻ്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്തതല്ല. അയാൾ പിന്നെ അത് എങ്ങനെയൊക്കെയോ സൂയിസൈഡാക്കി മാറ്റുകയായിരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും കൂടുതൽ അതിനെപ്പറ്റി ഒന്നും കാണിക്കുന്നില്ല. അപ്പോഴേക്കും ഷിൻ ആ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ഇത്രയും നാൾ പാല് കൊടുത്ത കൈക്ക് തന്നെ അവൻ കൊത്തി എന്ന രീതിയിൽ ഷിയു ആണ് തങ്ങൾക്കെതിരായി ഇപ്പോൾ ഈ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുള്ള വിവരം ഷിൻ അച്ഛനെ അറിയിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ചെന്നിരിക്കുന്ന സമയത്താണ് തൻ്റെ അമേരിക്കയിലെ ഇൻഷുറൻസ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ലോക്കലായിട്ടുള്ള ഒരു ഇൻഷുറൻസ് എടുക്കുന്നതിനെ പറ്റി ഷിയു പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും വിദേശത്തുള്ള തൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അവൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അമ്മ അവരോട് പറയുന്നത്. ഷിന്നും ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഒരു ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണോ എന്ന് ഷിൻ ചോദിക്കുന്നുണ്ട്. അത് വേണമെന്നാണ് ഷിയു പറഞ്ഞതെന്ന് അമ്മ പറയുന്നു. തനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ തന്നെ സഹായിക്കണമെന്ന് അച്ഛനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തോ പേപ്പർ വർക്കിനെ പറ്റി പിന്നത്തേക്ക് മാറ്റിവെച്ചാൽ മറന്നു പോകും, അതുകൊണ്ട് ഇപ്പോൾ തന്നെ അത് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ കഴിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ അമ്മയ്ക്ക് തങ്ങളുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഷിയു ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നതെന്ന് ഷിൻ ഈ സമയത്ത് അച്ഛനോട് പറയുന്നുണ്ട്. അദ്ദേഹത്തിനും അത് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഹൂഷുവിൻ്റെ അച്ഛൻ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നുണ്ട്. സാവോയും ഈ സമയത്ത് അവിടെ ഉണ്ട്. അവർ പുറത്തേക്കിറങ്ങി ഒരു ടാക്സി വിളിക്കാനായി നോക്കുന്ന സമയത്ത് ഗോങ് ഒരു വണ്ടിയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. സാവോയും താനും ഇപ്പോൾ ബിസിനസ് പാർട്ട്നേഴ്സാണ്. തങ്ങളുടെ ബിസിനസ്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഹൂഷു രാവും പകലുമില്ലാതെ പലപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഉള്ള ഒരു പ്രത്യുപകാരമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ അച്ഛൻ ഡിസ്ചാർജ് ആവുന്ന അറിഞ്ഞ് വണ്ടിയുമായിട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗോങ് ആ വണ്ടിയിൽ തന്നെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാവുന്നു. കാല് വയ്യാത്ത അദ്ദേഹത്തിന് സൗകര്യപ്രദമായ രീതിയിൽ അതിനുള്ളിലേക്ക് കടക്കാൻ കഴിയുന്ന വിധത്തിലൊക്കെ ആയിരുന്നു അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. അദ്ദേഹത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് അവൻ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നത് പോലെയായിരുന്നു അത്. ഇതൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും ഗോങ് ആയിരിക്കില്ല, മറിച്ച് ഷിയു ആയിരിക്കും അവനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് എന്ന് സാവോ ഹൂഷുവിനോട് പറയുന്നുണ്ട്. ഹൂഷുവിനും അത് മനസ്സിലായി കഴിഞ്ഞിരുന്നു. വണ്ടിയിൽ പോകുന്ന സമയത്ത് സാവോ ഇങ്ങനെ തങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത് കാരണം അവളുടെ കഫേയുടെ ബിസിനസ്സൊക്കെ മോശമായി കാണുമല്ലോ എന്നൊക്കെ ഹൂഷുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു സ്റ്റാഫ് ഉള്ളതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്ന് അവൾ പറയുന്നു. ഈ സമയത്താണ് ഗോങ് അദ്ദേഹത്തോട് ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല,
വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടൊരു ഹോം നഴ്സിനെ ഇപ്പോൾ തന്നെ ഏർപ്പാടാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ആൻറ്റിക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരില്ല, ഹൂഷുവിനും തടസ്സമൊന്നുമില്ലാതെ ജോലിക്ക് പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞത്. അവൾ വീണ്ടും ജോലിക്ക് പോകുന്നതിനെക്കുറിച്ച് ഇതുവരെ അവിടെ ഒരു തീരുമാനമായിട്ടില്ലല്ലോ. അതിനെപ്പറ്റി അറിയാതെയാണ് ഗോങ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് സൈലൻ്റ് ആവുന്നുണ്ട്. ഗോങ് ഇതറിയാതെ പിന്നെയും എന്തൊക്കെയോ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഹൂഷു ഒരു കുപ്പി വെള്ളം എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അത് കുടിക്കാൻ പറയുന്നു. എനിക്കിപ്പോൾ ക്ഷീണമില്ല, വെള്ളം വേണ്ട എന്ന് അവൻ പറഞ്ഞപ്പോൾ നീ ഇങ്ങനെ സംസാരിച്ച് ക്ഷീണിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് കുടിച്ചോളാൻ സാവോ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിലും അവൻ കുറച്ചു നേരം വായടച്ച് വെക്കട്ടെ എന്ന് കരുതിയാണ് അവളത് പറഞ്ഞത്. ഹൂഷുവിൻ്റെ അച്ഛനെ അവരുടെ വീടിനടുത്ത് ഡ്രോപ്പ് ചെയ്ത ശേഷം അവർ രണ്ടുപേരും കൂടി തിരികെ പോകുന്നുണ്ട്. അപ്പോഴാണ് വണ്ടിക്കുള്ളിൽ വെച്ച് എന്താണ് അങ്ങനെ സംസാരം പെട്ടെന്ന് സ്റ്റോപ്പ് ആയതെന്നൊക്കെ ഗോങ് അന്വേഷിക്കുന്നത്. ഹൂഷുവിൻ്റെയും ഷിയുവിൻ്റെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് സാവോ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതോടെ ഇനി അവർ തമ്മിൽ ഒരുമിക്കുന്ന കാര്യം സംശയമാണ് എന്ന കൺക്ലൂഷനിലാണ് അവനും എത്തുന്നത്. കാര്യങ്ങൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് അവനും അറിഞ്ഞിരുന്നില്ല. ഗോങ് പറഞ്ഞതുപോലെ അച്ഛനെ നോക്കാനായിട്ടുള്ള ഹോം നേഴ്സ് അവരുടെ വീട്ടിൽ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മ അയാൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഈ സമയത്ത് ഹൂഷു അച്ഛനുള്ള വാക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളോട് ജോലിക്ക് പോകുന്നതിനെ പറ്റി അച്ഛൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. അമ്മ പെട്ടെന്ന് ഇടപെട്ട് തൽക്കാലം അവൾക്ക് പെട്ടെന്ന് ജോലി അങ്ങനെ ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റില്ലല്ലോ. കാര്യങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനാണെങ്കിലും 1 മാസത്തെ സമയമെങ്കിലും ആവശ്യമല്ലേ, അതുവരെ അവൾ അതിനെ പോയിക്കോട്ടെ, അക്കാര്യത്തിൽ ഇടപെടണ്ട എന്ന് അച്ഛനെ വിലക്കുന്നുണ്ട്. ഹൂഷുവിനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയ ശേഷം ഹൂഷു തിരികെ അവളുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അച്ഛന് അന്ന് കിട്ടിയ ആ ഡോക്യുമെൻറ്റ്സും അവൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നൽകുന്നതിന് വേണ്ടി അടുത്ത ദിവസം അവൾ ഷിയുവിൻ്റെ ഓഫീസിലേക്ക് പോകുന്നു. അവനെ ചെന്ന് കണ്ട് ആ ഡോക്യുമെൻറ്റ്സ് ഷിന്നാണ് തൻ്റെ വീട്ടിലെത്തിച്ചത്. അത് കണ്ട ശേഷമാണ് അച്ഛൻ രാത്രി അങ്ങനെ ഇറങ്ങിപ്പോയതും ഈ അപകടം ഉണ്ടായതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഹൂഷു അവനോട് പറയുന്നു. ഷീൻ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛനെ മാത്രം ശത്രുവായി കണ്ടാൽ പോരാ, അവനും ഷീവിനെതിരായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അവൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല, ഒന്ന് കരുതിയിരിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഹൂഷു വന്നത്. അതേപോലെ തന്നെ അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരാൻ അവൻ അറേഞ്ച് ചെയ്ത കാര്യങ്ങൾക്ക് അവൾ നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഷോയുവാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തോ കേസിനെ പറ്റി അന്വേഷിക്കാനായിട്ട് കുറച്ച് ഓഫീസേഴ്സ് താഴെ എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്നത്. എന്ത് കേസിനെ പറ്റിയാണ് എന്ന് ഹൂഷു അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. സൂലിങ്ങിൻ്റെ സപ്ലയേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഷിയുവിൻ്റെ കമ്പനി ലീക്കാക്കിയിരിക്കുന്നു എന്ന് അവർക്ക് പരാതി കിട്ടിയിരിക്കുന്നു. അവരുടെ സപ്ലയേഴ്സിൻ്റെ ഇൻഫർമേഷൻ ഇപ്പോൾ ഓൺലൈനിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഷിയുവിൻ്റെ കമ്പനിയുടെ വാട്ടർമാർക്കുമുണ്ട്. അതുകൊണ്ട് അവർ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഷിന്നിൻ്റെ കമ്പനി പരാതി നൽകിയിരിക്കുന്നു. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഇൻഫർമേഷൻ ലീക്ക് ആവാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ പിന്നെ ഷിന്നിൻ്റെ പണി തന്നെയായിരിക്കും ഇതെന്ന് ഹൂഷുവിന് മനസ്സിലാവുന്നു. എന്തായാലും അവർ 3 പേരും കൂടി താഴേക്കിറങ്ങി ചെല്ലുന്നുണ്ട്. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് ഷിയു അറിയിക്കുന്നു. ആ ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്തതെല്ലാം ഹൂഷു ആണല്ലോ, അതുകൊണ്ട് അവളുടെ സിസ്റ്റം ആ ഓഫീസേഴ്സ് കൊണ്ടുപോവുകയാണ് എന്ന് അറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷിയു തങ്ങൾക്കൊപ്പം ചെല്ലണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ ഇൻഫർമേഷൻ ലീക്കായത് മാത്രമല്ല, ആ കമ്പനിയുടെ സപ്ലയേഴ്സിനെ പറ്റി അവൻ പ്രൈവറ്റായിട്ട് അന്വേഷണം നടത്തി എന്നുള്ള കേസും അവൻ്റെ നേർക്കുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഷിയു കുഴപ്പമൊന്നുമില്ലാതെ അവർക്കൊപ്പം ചെല്ലാൻ തയ്യാറാവുന്നുണ്ടെങ്കിലും ഹൂഷു ആകെ പേടിച്ചു പോയിരുന്നു. പോകാൻ തുടങ്ങിയപ്പോൾ അവൾ ഷിയുവിൻ്റെ ഡ്രസ്സിൽ പിടിക്കുന്നുണ്ട്. ഒരു കുഴപ്പവും വരില്ല എന്ന രീതിയിൽ അവളുടെ കയ്യിൽ പിടിച്ചൊന്ന് ആശ്വസിപ്പിച്ചിട്ട് അവൻ അവർക്കൊപ്പം പോകുന്നു. വിഷമിക്കേണ്ട കാര്യമില്ല, അന്വേഷണമൊക്കെ അവസാനിച്ചു കഴിയുമ്പോൾ അവളെ വിളിച്ച് വിവരം അറിയിച്ചോളാം, തൽക്കാലം വീട്ടിലേക്ക് പോയിക്കോളാൻ ഷോയാൻ ഹൂഷുവിനോട് പറയുന്നുണ്ട്. ഷിയുവിന് ആ ഓഫീസേഴ്സിനൊപ്പം പോവേണ്ടി വന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ നിരപരാധിയാണ് എന്നുണ്ട് അവർ അവനെ വിട്ടയക്കുന്നുണ്ട്. അവൻ നേരെ പോയത് ഷീനിൻ്റെ അടുത്തേക്കാണ്. ഷീൻ ഈ സമയം വീട്ടിലായിരുന്നു. ഹൂഷു നേരത്തെ കൊണ്ട് കൊടുത്ത ഡോക്യുമെൻറ്റ്സ് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് നീ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നിനക്കറിയാമോ? ഈ ഡോക്യുമെൻറ്റ്സ് നീ അവളുടെ വീട്ടിലെത്തിച്ചത് കാരണമാണ് അവളുടെ അച്ഛന് ഇങ്ങനെ അപകടമുണ്ടായത്. അതേപോലെ തന്നെ നീ സപ്ലയേഴ്സിൻ്റെ ഇൻഫർമേഷൻ ലീക്ക് ആക്കിയത് കാരണം ആ ലിസ്റ്റ് ഹാൻഡിൽ ചെയ്ത് അവൾ ആകെ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയാണോ നീ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഷിയോ അവനിട്ട് 2 എണ്ണം പൊട്ടിക്കുന്നുണ്ട്. ഇതൊന്നും സംഭവിച്ചത് ഞാൻ കാരണമല്ല, നീയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞ് ഷീൻ തിരിച്ച് ഷിയുവിനിട്ടും ഒരെണ്ണം കൊടുക്കുന്നു. കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് ഇതുവരെ ഒന്നിനും കൺട്രോൾ നഷ്ടപ്പെട്ടില്ലാത്ത നിനക്ക് ഒരു പെണ്ണിൻ്റെ പേരിൽ ഇങ്ങനെ കൺട്രോൾ നഷ്ടപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല എന്ന് പറഞ്ഞ് ഷീൻ അവനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതായിരിക്കില്ല, ഇതിൽ വലുത് നിനക്ക് നേരിടേണ്ടി വരും എന്നൊരു വാണിംഗ് പോലെ അവനോട് പറഞ്ഞിട്ട് ഷിയു അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷേ ഇതെല്ലാം അവൻ്റെ കുറ്റമാണെന്ന രീതിയിൽ ഷീൻ അവിടെ നിന്ന് ഓരോന്ന് വിളിച്ച് പറയാൻ തുടങ്ങുന്നുണ്ട്. നീ ഇവിടെ വന്നതിന് ശേഷം ഈ വീട്ടിൽ ഞാൻ ആരുമല്ലാതെയായി മാറി. നിന്നെ കണ്ടതിന് ശേഷം ഇവിടെ ആർക്കും എന്നെ കാണാൻ കഴിയാത്ത വിധമായി. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിന്റെ അടുത്ത് എത്താൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. നീ വന്നതോടെ എൻ്റെ ജീവിതം തന്നെ നശിച്ചു. ഹൂഷുവിൻ്റെ കണ്ണിൽ പോലും ഞാൻ നിന്നെക്കാൾ പുറകിലാണ്. നീ എന്തൊക്കെ ചെയ്തിട്ടും അവൾ നിന്നെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. എല്ലാവരും എന്താണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ച് അവൻ അവിടെ നിന്ന് അലറുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ തല കുനിച്ചു പിടിച്ച് ജീവിക്കേണ്ട ആളാണ് നീ. എൻ്റെ കുടുംബം കാരണമാണ് നീ ഇന്നത്തെ നിലയിലെത്തിയത്. എന്നിട്ട് അതിന് നന്ദി കാണിക്കുന്നതിന് പകരം നീ ഞങ്ങളുടെ കുടുംബത്തെ ഒറ്റിക്കൊടുക്കുകയല്ലേ ചെയ്തത് എന്നും അവൻ ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഷിയു ഇതൊക്കെ നിസ്സാരമാക്കി ചിരിച്ച് തള്ളിയിട്ട് നീ ഇങ്ങനെ സത്യത്തെ വളച്ചൊടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നിൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നീയും അദ്ദേഹത്തിൻ്റെ ബ്ലഡ് തന്നെയല്ലേ, പിന്നെ എങ്ങനെ മാറാനാണ്?
എന്നും അവൻ പറയുന്നുണ്ട്. ഈ സമയത്താണ് അവൻ്റെ അമ്മ അകത്ത് നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വന്നത്. ഷിൻ ഇപ്പോൾ പറഞ്ഞതൊക്കെ സത്യമാണോ? ശരിക്കും നീയാണോ ഈ കമ്പനിക്കെതിരായി കംപ്ലൈൻറ്റ് നൽകിയത്? കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് ഇവർക്കൊപ്പം താമസിക്കുന്നത് പോലെ കാണിച്ചിട്ട് നീ അവരെ ചതിക്കുകയായിരുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, ഇപ്പോൾ വീണ്ടും എനിക്ക് എൻ്റെ കുടുംബത്തെ നഷ്ടപ്പെടുന്നത് നിനക്ക് നേരിട്ട് കാണണോ എന്നൊക്കെ ചോദിച്ച് അമ്മ വളരെ ഇമോഷണലായിട്ട് അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഈ പറയുന്ന ഫാമിലിയിൽ ഞാനും ഉൾപ്പെടുമോ എന്ന് ഷിയു വളരെ വേദനയോടെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനേക്കാൾ മോശം സിറ്റുവേഷനിലാണല്ലോ അവൻ നിൽക്കുന്നത്. അതിനെക്കുറിച്ച് അറിയാതെയാണ് അമ്മ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞിട്ട് അമ്മയുടെ മറുപടിക്ക് പോലും നിൽക്കാതെ അവൻ അവിടെ നിന്ന് പോകുന്നു. ഹൂഷു ഓഫീസിൽ നിന്ന് തിരികെ പേരൻസിൻ്റെ വീട്ടിലേക്ക് പോയെങ്കിലും ഷിയുവിന് എന്ത് സംഭവിച്ചോ എന്നറിയാതെ അവൾക്ക് ഒട്ടും സമാധാനമില്ല. ഇടയ്ക്കിടയ്ക്ക് അവൾ ഫോൺ എടുത്ത് നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മെസ്സേജ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അവളവിടെ ഓരോ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിലും അതിലൊന്നുമല്ല അവളുടെ ശ്രദ്ധ. ഈ സമയത്താണ് അമ്മ കുറച്ച് സൂപ്പ് മേശപ്പുറത്തേക്ക് കൊണ്ടുവച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് അച്ഛനെടുത്ത് കൊടുക്കാൻ അവളോട് പറഞ്ഞത്. ഹൂഷു നേരെ ചെന്ന് ആ പാത്രത്തിൽ പിടിക്കുന്നു. നല്ല ചൂടുണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ അടപ്പ് അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടുന്നു. കൈ പൊള്ളുകയും ചെയ്യുന്നുണ്ട്. അവൾ അവിടെ ഇരുന്ന് കരയാനും തുടങ്ങുന്നു. അമ്മയും അച്ഛനുമൊക്കെ ആദ്യം കരുതിയത് കൈ പൊള്ളിയത് കാരണമാണ് അവൾ കരയുന്നതെന്നാണ്. പക്ഷേ അല്പസമയത്തിനുള്ളിൽ ഹൂഷുവിൻ്റെ കരച്ചിൽ നിയന്ത്രണം വിടുന്നു. അടുത്തേക്ക് വന്ന അച്ഛനോട് അവൾ കരഞ്ഞുകൊണ്ട് സോറി പറയുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ ഞാൻ ആദ്യം ശ്രമിക്കുന്നത് അവനെ മറക്കാനാണ്. പക്ഷേ എനിക്കതിന് പറ്റുന്നില്ല. ഞാൻ എപ്പോഴും അവനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കൂടെ നിന്ന് എല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് അവൾ പൊട്ടി കരയുകയാണ്. അച്ഛനും അമ്മയ്ക്കും അവളുടെ സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ അവളെ തലോടി ആശ്വസിപ്പിക്കാനും ശ്രമിക്കുന്നു. അമ്മയും അവളുടെ അടുത്തേക്കിരുന്ന് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്തായാലും ഇതോടെ അവർ തങ്ങളുടെ പിടിവാശി അവസാനിപ്പിച്ചുവെന്ന് തോന്നുന്നു. അവർ ഹൂഷുവിനെ അവിടെ നിന്ന് വിടുന്നുണ്ട്. അങ്ങനെ അവൾ ഷിയുവിനെ അന്വേഷിച്ചിറങ്ങുന്നു. അവൻ്റെ ഫോണിലേക്ക് അവൾ വിളിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ഷോയുവാനെ വിളിച്ചപ്പോൾ അവരും കുറേ സമയമായി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കേസ് അന്വേഷണം കഴിഞ്ഞുവെന്ന് അറിഞ്ഞു അവൻ അവിടെ നിന്ന് പോയി എന്നൊക്കെ അറിയുന്നു. അവൻ വീട്ടിൽ കാണുമെന്ന് കരുതി അവൾ വീട്ടിൽ ചെല്ലുന്നുണ്ട്. പക്ഷേ അവിടെ മുഴുവൻ തിരഞ്ഞിട്ടും അവനെ കാണാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് അവൻ്റെ അമ്മ അവളുടെ ഫോണിലേക്ക് വിളിച്ചത്. ആരുടെയോ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി പിടിച്ച് അവർ അവളെ വിളിച്ചതാണ്. അവരും അവൻ്റെ ഫോണിലേക്ക് കുറേ വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഹൂഷുവിനെ വിളിക്കാൻ ശ്രമിച്ചത്. അവനെക്കുറിച്ച് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ പറയണമെന്ന് അമ്മ അവളോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹൂഷു പറഞ്ഞപ്പോഴാണ് അവനും കമ്പനിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നു എന്നൊക്കെ അമ്മ അറിയുന്നത്. അതോടെ അമ്മയ്ക്ക് ആകെ കുറ്റബോധമാവുന്നു. അതിനെപ്പറ്റി അറിയാതെയാണല്ലോ നേരത്തെ അവരോട് അങ്ങനെ പറഞ്ഞത്. അമ്മ എന്താണ് പറഞ്ഞത് എന്നൊക്കെ ഹൂഷു ചോദിച്ചറിയുന്നുണ്ട്. അതോടെ ഷിയു ഏത് മാനസികാവസ്ഥയിലായിരിക്കും എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഷിയു ഈ സമയം ആ ഗെയിം സെൻറ്ററിനുള്ളിലായിരുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ അവൻ മിക്കവാറും അവിടെ പോയിരിക്കാറുണ്ട് എന്ന് ഗോങ് കഴിഞ്ഞ ദിവസം അവളോട് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോഴും മനസ്സമാധാനത്തിന് വേണ്ടി അവൻ അതിനുള്ളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നടക്കുന്ന സമയത്തൊക്കെ അമ്മ പറഞ്ഞ വാക്കുകളും കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് അവൻ്റെ അച്ഛൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അവൻ തനിച്ച് ഫേസ് ചെയ്യേണ്ടി വന്ന പലമാതിരി പ്രശ്നങ്ങളുമൊക്കെയാണ് അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ ആകെ നിരാശനായി ലൈഫിൽ ഇനി മുന്നോട്ട് ഒരു പ്രതീക്ഷയുമില്ല എന്ന രീതിയിൽ അവൻ ആകെ തളർന്നു നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഗെയിം സെൻറ്ററിലെ ബിൽഡിങ്ങുകളിലെ ലൈറ്റുകളൊക്കെ തന്നെ തെളിഞ്ഞത്. കൂട്ടത്തിൽ അവിടെ മഞ്ഞ് പെയ്യാനും തുടങ്ങുന്നു. ഇതാരാണ് ഇതൊക്കെ ഓണാക്കിയത് എന്ന രീതിയിൽ അവൻ മുഖമുയർത്തി നോക്കിയപ്പോഴേക്കും ഹൂഷു അവനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അവൾ ഓടി വന്ന് അവൻ്റെ ദേഹത്തേക്ക് ചാടി കയറി അവനെ കെട്ടിപ്പിടിക്കുന്നു. ഷിയു ആകെ അമ്പരക്കുന്നുണ്ട്. അവൾ പക്ഷേ ഒന്നും പറയാതെ അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനും അവളെ ചേർത്ത് പിടിക്കുന്നു. ഹൂഷു ഈ സമയത്തൊക്കെ കരയുന്നുമുണ്ട്. കുറേ സമയം കഴിഞ്ഞാണ് അവൾ പിടിവിട്ട് മാറുന്നത്. നീ ആരാണെന്നോ നീ എന്തൊക്കെ എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടെന്നോ ഒന്നും ഞാനിപ്പോൾ കെയർ ചെയ്യുന്നില്ല. എനിക്ക് ആകെ ഒരു കാര്യം മാത്രമേ അറിയാവുള്ളൂ. ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എപ്പോഴും നിന്റെ കൂടെ തന്നെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നവൾ പറയുന്നു. ഷിയുവും സന്തോഷം കൊണ്ട് കരയുന്നുണ്ട്. ഞാനും നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവനും പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി കുറേ കാലത്തെ മിസ്സിങ്ങിൻ്റെ വിഷമമൊക്കെ തീർക്കാൻ കിസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് അവർ അവൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെല്ലുമ്പോഴും അവർ കിസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ വരെ അവരിങ്ങനെ കിസ് ചെയ്തുകൊണ്ടാണോ വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും പരിപാടി ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അന്ന് രാത്രി രണ്ടുപേരും കൂടി ഒരുമിച്ച് അവിടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു.